ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത്തഅബ്ദുദു വത്തദല്ലുൽ വൽ ഖുദൂഉൽ ഇഖ്തിയാരി വത്തഖറബു ഇലല്ലാഹി ബിമാ ശറഅഹു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വഴിപ്പെടുക, കീഴ്പ്പെടുക. എങ്ങനെ? അൽ ഇഖ്തിയാരി, മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, മറിച്ച് ഒരാൾ മനസ്സിലാക്കി അയാൾ സ്വമേധയാ അല്ലാഹുവിന് കീഴ്പ്പെടുകയും വഴിപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇബാദത്ത് എന്നുള്ളത്. മതം കൽപ്പിച്ചിട്ടുള്ള, അല്ലാഹു നിയമമാക്കിയിട്ടുള്ള കാര്യങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുക, അതാണ് ഇബാദത്ത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഗായത്തുൽ ഹുബ്ബി ലില്ലാഹി അസ്സ വജല്ല മാ ഗായത്തിദ് ദുല്ലി ലഹു, അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുക അല്ലാഹുവിനോട്. അപ്പോ താഴ്മയുടെ അങ്ങേയറ്റം പ്രകടിപ്പിക്കേണ്ടത് അല്ലാഹുവിനാണ്. ആ താഴ്മയിൽ നിന്നും വിനയത്തിൽ നിന്നും എന്തുണ്ടാകണം? അല്ലാഹുവിനോട് സ്നേഹമുണ്ടാകണം. ആ ഹുബ്ബിൽ നിന്നാണ് അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് ചെയ്യുക, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് ചെയ്യാതിരിക്കുക എന്ന അവസ്ഥയുണ്ടാകുന്നത്. ആ ഒരു സ്നേഹത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്.